Hi guys, welcome back to my channel Food Corner. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മക്രോണി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റായും നമുക്കിത് ഉൾപ്പെടുത്താം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. 3 കോഴിമുട്ട, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം ഉപ്പും ചേർത്തടിച്ച് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ചുറ്റിച്ച് പാനിനുള്ളിൽ മൊത്തത്തിലൊന്നാക്കി കൊടുക്കാം. അടിവശം വെന്തതിന് ശേഷം നമുക്ക് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മുട്ടയുടെ മറുപുറവും വെന്തതിന് ശേഷം അതൊരു മറ്റൊരു പാനിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് നീളത്തിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ച് മാറ്റി വയ്ക്കാം. ഈ സമയം ഞാൻ മറ്റടുപ്പിൽ ഒരു പാത്രത്തിൽ മക്രോണി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മക്രോണി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 കിലോ മക്രോണിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലേക്ക് അതിട്ട് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് മക്രോണി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇളക്കി തന്നെ വേണം മക്രോണി വേവിച്ചെടുക്കാൻ. മക്രോണി വേവാൻ വേണ്ടി വരുന്ന സമയം നമുക്ക് ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ സാധാരണയായി എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. നോൺ വെജിന് മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ. പതഞ്ജലിയുടെ റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാനിത് ചേർക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയ കോഴിമുട്ട നീളത്തിൽ അരിഞ്ഞത്, അല്പം സ്പ്രിംഗ് ഓണിയൻ, ഒരൽപ്പം ബീൻസ്, പിന്നെ കുറച്ച് സവാള, അല്പം ക്യാരറ്റ്. ആദ്യം നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. പിന്നീട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. കൂടെ സവാളയും കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ ഒത്തിരി ഗുണകരമായിരിക്കും. കൊത്തിയരിഞ്ഞ സവാളയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം. ഒത്തിരി മുരിഞ്ഞു പോകാതെ പാകത്തിന് വഴറ്റിയെടുക്കാം. ഇത് മാഗി ക്യൂബാണ്. മാഗിയുടെ ചിക്കൻ ക്യൂബ്. ഇതൊരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടായിരിക്കും. ഇതിലൊന്ന് ഈ മിക്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
മാഗിയുടെ ചിക്കൻ ക്യൂബ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കുറച്ചു നേരം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വേകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിതിലൊരൽപ്പം ഈപ്പി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1/4 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം ഗ്രീൻ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിലിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. 1 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കാം. മസാല വെജിറ്റബിൾ മിക്സ് എല്ലായിടത്തും എത്തുന്നതുവരെ നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് അല്പം മല്ലിയില വിതറി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. സൈഡ് ഡിഷായ മയോണൈസ് തയ്യാറാക്കാം. 2 മുട്ടയുടെ വെള്ളയും അതിൽ 2 വെളുത്തുള്ളിയും അല്പം കുരുമുളക് പൊടിയും ഒരൽപ്പം ഉപ്പും ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. മുക്കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ മിക്സ് ചെയ്ത് ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാം. മയോണൈസ് ദാ റെഡി ആയിട്ടുണ്ട്. ഈ ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. മക്രോണിയിൽ നിന്നും ഇതുവരെ കിട്ടാത്ത രുചി നമുക്ക് അനുഭവിച്ചറിയാം. ഇതിൽ ചേർത്തിരിക്കുന്ന സോയാ സോസിലും ചിക്കൻ ക്യൂബിലും ഉപ്പുള്ളതുകൊണ്ട് ഇതിൽ വേറെ ഉപ്പ് ചേർക്കരുത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching the video. Bye.